വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വി എഫ് എയുടെ ഒരു 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, 100 ദിവസം കൊണ്ട് എങ്ങനെ സിലബസ് കവർ ചെയ്യാം, എങ്ങനെ എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വി.എഫ്.എയുടെ എക്സാം എന്നാണ് പറയുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ് നമുക്ക് എക്സാം പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വി.എഫ്.എ എന്ന ജോലി നല്ലതാണോ എന്നുള്ളത്. അത് ഇത് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. വി.എഫ്.എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉപകാരമായിരിക്കും. അപ്പോൾ വി.എഫ്.എയുടെ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷെ ചിലപ്പോൾ ഓഗസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിന് റീസൺ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നമുക്ക് നവംബറിൽ തീരുവാണ്. അപ്പം അതിനു മുന്നേ നവംബറിൽ തന്നെ അടുത്ത ലിസ്റ്റ് വരേണ്ടതിൻ്റെ ആവശ്യകതയുള്ളത് കൊണ്ട് നവംബർ വരെ ഒന്നും വി.എഫ്.എയുടെ എക്സാം പോവത്തെ ഇല്ലല്ലേ. അപ്പം ഈ എക്സാമിന് വി.എഫ്.എയുടെ ഒരു എക്സാമിനുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്നാ, അല്ലെങ്കിൽ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് പ്രിലിംസ് ഇല്ല. വി.എഫ്.എയുടെ എക്സാമിന് പ്രിലിംസ് ഇല്ല. ഇതിനോടകം തന്നെ അത് വേണം, ആ ജോലി വേണം, അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയായിരിക്കും. എന്നാലും ഞാൻ പറയുന്നു, വി.എഫ്.എക്ക് പ്രിലിംസ് ഇല്ല. പ്രിലിംസ് ഇല്ലാതെ ഡയറക്റ്റ് ആണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അതിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞു ആലപ്പുഴയിൽ 22/11/2026 ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് കഴിയുവാണ്. അപ്പം അടുത്ത ലിസ്റ്റ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉടനെ തന്നെ വരണം. അതുപോലെ പത്തനംതിട്ടയിലും 2026, തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം എല്ലാം നമുക്ക് ഡിസംബറോട് കൂടി കഴിയും. കോട്ടയം, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ്, കൊല്ലം, കണ്ണൂർ, ഇടുക്കി, തിരുവനന്തപുരം ഇവിടെയൊക്കെ ജനുവരിയിലാണ് കഴിയത്തുള്ളൂ. അപ്പോൾ പക്ഷെ ബാക്കി ഈ ആലപ്പുഴയിൽ നവംബറിൽ തന്നെ കഴിയും, ഡിസംബറിലും കഴിയും. അപ്പം നവംബറിൽ എക്സാം നടന്ന് നമുക്കത് ഫോക്കസ് ചെയ്ത് പിന്നെ ലിസ്റ്റ് കുറച്ച് ദിവസം കൊണ്ട് വരിക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഒന്നെങ്കിൽ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ, മിക്കവാറും പുറകോട്ട് വന്ന് ഓഗസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. നമ്മൾ നവംബർ കണക്കാക്കിയിട്ടല്ല, ഒരു ഓഗസ്റ്റിൽ അല്ലെങ്കിൽ ജൂലൈ അവസാനമെങ്കിലും അത്യാവശ്യം നന്നായി പഠിച്ചിട്ട് ഓഗസ്റ്റിൽ ഫുൾ റിവൈസ് ചെയ്ത് തറവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 6 സ്റ്റെപ്പും കൊണ്ട് തീരുന്ന രീതിയിലൊരു സ്റ്റഡി പ്ലാനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ വി.എഫ്.എയുടെ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അറിയാമായിരിക്കും, എന്നാലും പറയുന്നു, LDC VA തന്നെ സെയിം സിലബസ് ആണ് വി.എഫ്.എക്കും വരുന്നത്. അപ്പം നമ്മുടെ സിലബസ് LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ സിലബസ് അറിയായിരിക്കും. എന്നാലും നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ സിലബസ് എവിടുന്ന് എത്ര മാർക്കിന് GK, എത്ര മാർക്കിന് കറണ്ട് അഫയേഴ്സ്, എത്ര മാർക്കിന് ഇംഗ്ലീഷ്, എത്ര മാർക്കിന് മാത്സ്, എത്ര മാർക്കിന് മലയാളം എന്നിങ്ങനെയുള്ള കേസ് വ്യക്തമായും സ്പഷ്ടമായും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മനസ്സിലാക്കി പഠിച്ചിട്ട് അത്രേ കാര്യമുള്ളൂ. കാരണം സിലബസ് അനുസരിച്ച് പഠിച്ചാലേ നമുക്ക് ഇതിപ്പോൾ ഈ 100 ദിവസം കൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിലും ഏത് പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും ആ പരീക്ഷയുടെ സിലബസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സിലബസ് അനുസരിച്ചിട്ട് അത് ഒരു സബ്ജക്റ്റിനും അതെന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഇപ്പോൾ കൂടുതൽ ഡീപ്പായിട്ടാണ് ചോദിച്ചിട്ടെങ്കിൽ ഡീപ്പായി പഠിക്കണം. പിന്നെ ബേസാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ ബേസായിട്ട് മാത്രം പഠിക്കുക. നമ്മൾ പഠിക്കുന്ന പോർഷൻ അതിൻ്റെ നോട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി ഒരു 100 ദിവസം ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ എഴുതിയ നോട്ടായിരിക്കണം നമ്മുടെ കയ്യിലുണ്ടാവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എവിടെ നിന്നെങ്കിലും നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നോട്ടുകൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആയിട്ടോ, എഴുതാൻ സമയമുള്ളതായിട്ട് എഴുതി പഠിക്കുന്ന ആൾക്കാരുണ്ട്. എഴുതി പഠിച്ചാലേ പഠിത്തം വരുള്ളൂ എന്നുള്ളവർ, അങ്ങനെയുള്ളവർ എഴുതി തന്നെ പഠിക്കുക. അല്ലാത്ത ആൾക്കാർ അങ്ങനെയല്ല, അത് പ്രിൻ്റ് ആയിട്ടുള്ള നോട്ടുകളാണ് കരുതുന്നതെങ്കിൽ അങ്ങനെയും കരുതാം, ഒരു വിഷയമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മൾ കരുതിയിരിക്കുന്ന നോട്ട് അത്
നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. കാരണം നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചത് തന്നെ റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു കാര്യം പഠിച്ചിട്ട് വേറൊരു നോട്ട് എടുത്ത് പിറ്റേ ദിവസം അത് റിവൈസ് ചെയ്ത് വീണ്ടും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തറവാവില്ല. നമുക്ക് തറവാവണമെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന സംഭവങ്ങൾ റിവൈസ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് എക്സാം ഹോളിൽ അത് കിട്ടുന്നത്. ഇപ്പോൾ പഠിച്ച ഭാഗം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ PYQ പരിചയപ്പെടുക. PYQ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം 2025-26 ഈ അടുത്ത് കഴിഞ്ഞ PYQ കളക്ട് ചെയ്ത് അതൊന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാവും. അതിനെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ മാർക്ക് കുറഞ്ഞ നിങ്ങളുടെ കോൺഫിഡൻസിന്, ഇപ്പം നിങ്ങൾക്ക് മാർക്ക് കുറവായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഇടിഞ്ഞ് പോകില്ല ഉള്ളവർ മാത്രം ആ PYQ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. ഇനി അങ്ങനെയല്ല കോൺഫിഡൻസ് പോകുന്നുള്ളവർ ഒരിക്കലും അതിന് മെനക്കെടരുത്. നമ്മൾ ഒന്നോടെ ഡിമ്മാവും, നമ്മുടെ പഠിത്തം ഫുൾ ഉഴപ്പും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ചില ആൾക്കാർക്കൊക്കെ 0 മാർക്ക് പോലുമില്ല. കാരണം മൈനസ് ഉണ്ടല്ലോ, മൈനസിൽ മാർക്ക് വരും. അപ്പം അതൊക്കെ ഓക്കെ ആണെന്നുള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവരോട് വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അപ്പം നോക്കുക, വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അല്ലാത്തവർ ഒന്ന് അനലൈസ് ചെയ്ത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാ PSCയുടെ ഒരു മെത്തേഡ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പം ഒരു ആവർത്തിച്ച് ഒരു പോർഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരുപാട് മേഖലകൾ ഉണ്ടാകും PSCക്ക്. അപ്പോൾ PSCയുടെ കോർ ഏരിയാസ് എന്ന് പറയും അതിന്. എപ്പോഴും ചോദിക്കുന്ന മേഖലകൾ. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ നീതി ആയോഗ്, അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ, ഭരണഘടന അമെൻമെന്റ്സ്, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ഉണ്ടാവും. അത് ചിലതാട്ടോ, ഞാൻ ഓർത്തത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയുള്ള കുറച്ച് പോർഷനിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് അപ്പം തന്നെ അത് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിക്ക് ചെയ്യാൻ നോക്കുക. അതിൽ നിന്നൊരു 15 ടോപ്പിക്സ് നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് ആ 15 ടോപ്പിക്സ് ആദ്യം പഠിക്കുക. ആ 15 ടോപ്പിക്സ് കളക്ട് ചെയ്ത് അതിൻ്റെ നോട്ടും തയ്യാറാക്കുക. ഇപ്പോൾ എവിടുന്നെങ്കിലും അതിൻ്റെ നോട്ടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നല്ല ഏതെങ്കിലും ഗൈഡെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഗൈഡ് വാങ്ങുക. എന്നിട്ട് ആ ഗൈഡിൽ യൂട്യൂബിൽ ക്ലാസ്സുകളൊക്കെ ഉള്ളതിൽ അടയാളപ്പെടുത്തുക. നിങ്ങൾ പഠിച്ച പോയിന്റ്സ് അടയാളപ്പെടുത്തി വെക്കുക. അപ്പം നോട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അതിനായിട്ട് ടൈം പോകുന്നുണ്ടാന്ന് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗൈഡോ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ മേടിച്ച് വെച്ചിട്ട് ഒരു ഗൈഡിലെ ഫുൾ ചവറ് പോലെ പഠിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം പഠിച്ചിട്ട് അത് നമ്മൾ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ക്ലാസ്സുകളും സംഭവങ്ങളും കേട്ട് അത് അടയാളപ്പെടുത്തി വെക്കുക. അടയാളപ്പെടുത്തി വെച്ചിട്ട് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ടോപ്പിക്സ് മാത്രം പഠിക്കുക. അപ്പോൾ ആ 15 ഹോട്ട് ടോപ്പിക്സ് കണ്ടുപിടിച്ചിട്ട് ആ ഹോട്ട് ടോപ്പിക്സിൻ്റെ നോട്ടും തയ്യാറാക്കിയിട്ട് ആ 15 ഹോട്ട് ടോപ്പിക്സ് ആദ്യം പഠിക്കുക. ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ VFAയിൽ ചോദിച്ചിട്ടുള്ള ഒരു 15 ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു ക്ലാസ് ഞാൻ അല്ലാതെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ആ 15 ടോപ്പിക്സിൻ്റെ നോട്ട് കളക്ട് ചെയ്ത് പഠിച്ചാലും മതിയാവും. അതോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നല്ല ഇതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അതിപ്പം VFAയ്ക്കോ LDക്കും LGSനും ഒക്കെ ഉപകരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സ് എന്നിവ ആഴ്ചയിൽ 4 ഡേ എങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. അത് ഡെയിലി പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. മാക്സിമം 4 ഡേ എങ്കിലും മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സും ആഴ്ചയിൽ 4 ഡേ എങ്കിലും പഠിച്ചിട്ട് അത് എല്ലാ ആഴ്ചയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. മാത്സിൻ്റെ ഒക്കെ പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം മാത്സ് ഒക്കെ PYQ മാക്സിമം വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായാൽ തന്നെ നമുക്ക് വരുന്ന 20-ൽ 20 മാർക്ക് നേടാം. ഇംഗ്ലീഷും അങ്ങനെ PYQ കുറേ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മലയാളം കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ അതിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിച്ച് നിങ്ങളൊരു 1.5 മാസം, ഇപ്പം ജൂണിൽ പഠിച്ചു കഴിഞ്ഞിട്ട്, ഏപ്രിലിൽ പഠിച്ച് ഏപ്രിൽ മെയ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ട് ജൂൺ ആദ്യം മുതൽ PYQ പരമാവധി PYQ ചെയ്യുക. നമ്മൾ
PYQ പരമാവധി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഏറ്റവും കറണ്ട് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതായിരിക്കും, പക്ഷെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ കിട്ടും. അങ്ങനെയുള്ളത് മാക്സിമം ചെയ്ത് നോക്കുക. നിങ്ങൾ പഠിക്കുന്നത് മുകളിലേക്കാണോ കയറുന്നത് എന്നൊക്കെ മാക്സിമം. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും പരമാവധി പാറ്റേൺ ചോദ്യം ശീലിക്കണം. എന്നിട്ട് കറക്കി കുത്തി നിർത്തണം. ലോജിക്കലി ചിന്തിച്ച് ആൻസർ എഴുതണം. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഈ ആൻസർ വന്നതെന്നൊക്കെ മനസ്സിലാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ, അല്ലാതെ മൊത്തം പഠിച്ചു വെച്ചിട്ട് പോയിട്ട് നമുക്ക് അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് വന്നാൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറില്ല. നമ്മൾ ലോജിക്കലായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് കുറേ ചിന്തിച്ച് ശരിയായത് മാത്രം ചിന്തിച്ച് ചെയ്യാൻ പഠിക്കണം. ചിന്തിച്ച് അതിന് നമ്മൾ PYQ മാക്സിമം പരിശീലിക്കുക തന്നെ വേണം. PYQ ശീലിച്ചാലേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ പഠിക്കുമ്പം SCRT ഒക്കെ പഠിക്കണം. SCRT കവർ ചെയ്യുമ്പോൾ SCRT പഠിക്കണം. SCRT പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിൻ്റെ അകത്തുനിന്ന് വരാനുള്ള മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുള്ളത് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. SCRT പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് SCRT കവർ ചെയ്യുക. മാക്സിമം 5 തൊട്ട് 10 വരെയുള്ള SCRT ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക. SCRT ചാപ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ആദ്യം കവർ ചെയ്ത് നോക്കുക. പിന്നെ സമയമുണ്ടെങ്കിൽ ബാക്കി നോക്കുക. പിന്നെ ഞാൻ എടുത്തു പറയുന്നു, ചുമ്മാ ചവറ് പോലെ തീർക്കാൻ വേണ്ടി പഠിക്കരുത്. നമ്മൾ പഠിക്കുന്ന കേസ് നമുക്ക് തറവായിരിക്കണം. ഒന്നുകൂടെ നോക്കാനുള്ള ഇത് വരരുത്. നമ്മൾ പഠിക്കുന്ന പോർഷനിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. അത്രയും തറവായിട്ട് തന്നെ പഠിക്കണം. അല്ലാതെ ചുമ്മാ സിലബസ് ഓടിച്ചു പോയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ പറയുന്നത് നോ ടൈം ടേബിൾ ആണ് എൻ്റെ ടെക്നിക്ക്. പിറ്റേ ദിവസം എനിക്ക് ഇത്ര പോർഷൻ കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കവർ ചെയ്യുമെന്നൊരു മെത്തേഡ് വെക്കുക. അല്ലാതെ നേരത്തെ ഇന്ന ദിവസം തിങ്കൾ മുതൽ ശനി വരെ ഇത്ര ടൈം ടേബിൾ എന്നും പറഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ചിലപ്പോൾ നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണ്ട. ഇപ്പം തലേ ദിവസം നമുക്ക് ഇത്ര പോർഷനെ കവർ ചെയ്യാൻ പറ്റും, എനിക്ക് ഇത്രയും പോർഷൻ നാളെ പഠിക്കാൻ പറ്റുമെന്ന് തലേദിവസം ഇങ്ങനെ വെക്കുക. മാത്സിന് ഇത്ര ഞാൻ പഠിക്കും, ഇംഗ്ലീഷിന് ഈ പോർഷൻ പഠിക്കും, കറണ്ട് അഫയേഴ്സിന് അല്ലെങ്കിൽ SCRT ചാപ്റ്റർ ഞാൻ പഠിക്കും. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും GK പോർഷൻസ് പഠിക്കാനുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് അത് കവർ ചെയ്യാൻ നോക്കുക. ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇത്ര മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഇതുണ്ടാവുമല്ലോ. ചില ആൾക്കാർക്കൊക്കെ 4 hours ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാം, അങ്ങനെയൊക്കെ ഉള്ള വീട്ടിൽ പണികളുള്ള ആൾക്കാരായിരിക്കും. അല്ല അങ്ങനെ ഓരോരുത്തരുടെ സാഹചര്യം ഓരോരുത്തർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ആ സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ ടൈം ടേബിളിനനുസരിച്ച് നമുക്ക് എത്ര പഠിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളാണ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇത് ചെയ്യണം. അപ്പം അത് 100 ദിവസം കൊണ്ട് ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കുറച്ച്, അതിനാണ് ഞാൻ ഈ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞത്. ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഉറപ്പായും വരുന്ന പോർഷൻസ് ആണ്. അപ്പം നമുക്കതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. പിന്നെ ഒരു ജൂൺ ലാസ്റ്റ് മുതൽ മാക്സിമം PYQ അറ്റൻഡ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ പരീക്ഷ ഹാളിലെ സമ്മർദ്ദവും നമ്മുടെ മൈനസ് മാർക്കും നമുക്ക് കുറയ്ക്കും. ഒരു OMR ബുക്ക് മേടിക്കുക, മാക്സിമം PYQ ചെയ്യുക. നമ്മുടെ OMR ബുക്ക് ആരെയും കാണിച്ചു കൊടുക്കണ്ട. മാർക്ക് കുറവാണോ കൂടുതലാണോ അതൊക്കെ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന. കാരണം നമ്മൾ പഠിക്കുന്നത് ആരെയും ഒന്നും ബോധിപ്പിക്കാനല്ല, നമുക്കൊരു ജോലി കിട്ടാനാണല്ലേ. നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു OMR ബുക്ക് മേടിച്ചിട്ട് മാക്സിമം ഗൂഗിളിൽ മൻസൂർ അലി സാറിൻ്റെ സൈറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ സ്വയം ഇരുന്ന് അനലൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ അനലൈസ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ഇതിൻ്റെ അകത്ത് എപ്പോഴും റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഓപ്ഷൻസ്, അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ കുറേ GK പോർഷൻസ് കിട്ടും. PYQ ഉപയോഗിച്ചിട്ട് ആ ഓപ്ഷൻസ് 4 തന്നെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം PYQ
ഇത് ചെയ്യുക. പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം കുറയും, മൈനസ് മാർക്കും കുറയും. അത് മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ വുമൺസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന PSC എക്സാംസ് എല്ലാം പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സൈറ്റുകളിൽ കൂടി ഇങ്ങനെ കിട്ടും. അത് അറ്റൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മാക്സിമം അത് അറ്റൻഡ് ചെയ്യുന്നതോളും പരീക്ഷ ഹാളിലെ സമ്മർദ്ദവും ഇപ്പോഴത്തെ ക്വസ്റ്റിൻ്റെ പാറ്റേണും റിപ്പീറ്റഡും ആ ഓപ്ഷൻസിൽ നിന്ന് വരും. റിപ്പീറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പഠിക്കുന്ന ഇതിൽ നിന്ന് ഓപ്ഷൻ ബേസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത PSCക്ക് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പഠിക്കുക. അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസറും മാത്രം പഠിക്കാതെ അതിൻ്റെ ഓപ്ഷൻസും കൂടി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. SCRT പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രസ്താവന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം മാക്സിമം SCRT കവർ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് ഉപയോഗിച്ച് ആദ്യത്തെ 30 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ പറയുക, സമ്മർദ്ദം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പിന്നെ 30 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഈ മെത്തേഡൊക്കെ ഒന്ന് നോക്കിയിട്ട് 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു PYQ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പഠിച്ചതാണെങ്കിൽ ആ 30 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു PYQ എടുത്ത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. ആരെയും ബോധിപ്പിക്കാനല്ല, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇന്നത്തെ എഫേർട്ടാണ് നമുക്ക് നാളത്തെ റിസൾട്ട് തരുന്നത്. അപ്പോൾ ഇന്ന് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന 1 മിനിറ്റ് പോലും വെറുതെ കളയാതെ പഠിക്കുക. ഓഗസ്റ്റിലാണ് നമ്മുടെ പരീക്ഷ എന്ന് കരുതി തന്നെ പഠിക്കുക. അപ്പം സെപ്റ്റംബറിലാണ് ഇനിയിപ്പോൾ എക്സാം വരുന്നതെങ്കിലും നമുക്ക് റിവൈസ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ ജൂലൈ അവസാനത്തോടു കൂടി പഠിക്കുന്ന പോർഷൻ എന്തോരമാണോ അവിടം വെച്ച് നിർത്തിയതിന് ശേഷം നമ്മൾ പഠിച്ച പോർഷൻസ് റിവൈസ് ചെയ്ത് മാക്സിമം PYQ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് VFA ഇത് ചെയ്യാൻ പറ്റും, റാങ്കിന് കിട്ടാൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും VFA കിട്ടും. അപ്പോൾ താങ്ക് യു ഓൾ. ഈ മെത്തേഡ് അനുസരിച്ച് ഒരു 30 ദിവസം ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടായോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നില്ലാത്തവർക്ക് ഡിസ്ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, താങ്ക് യു.